ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയതാണ്. ചെന്നപ്പോഴത്തേക്ക് 10 ആളിൽ കൂടുതലുണ്ടെങ്കിലേ സിനിമ നടത്താൻ പറ്റത്തുള്ളൂ എന്നാണ് തിയേറ്ററുകാർ പറയുന്നത്. നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ ഒരു പുതിയ സിനിമ ഇന്ന് റിലീസ് ചെയ്തിരുന്നു. അങ്ങനെ തിയേറ്ററിൽ പോയി, ആളില്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നു. തിരിച്ച് ഞാൻ നേരെ മറ്റൊരു തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് കളങ്കാവൽ സിനിമയ്ക്ക് നല്ല രീതിയിലൊരു ആളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ കളങ്കാവലങ്ങ് കണ്ടേക്കാം എന്ന് വിചാരിച്ചു. കാരണം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കളങ്കാവൽ എന്ന സിനിമയെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു. സിനിമ ഒരു 68-70 കോടിക്ക് അടുത്ത് ഫസ്റ്റ് വീക്കിൽ തന്നെ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൈസീറ അതുപോലെ തന്നെ തുടരും സിനിമകളുടെയൊക്കെ ഫസ്റ്റ് വീക്ക് കളക്ഷൻ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പം കളങ്കാവൽ എന്ന സിനിമ. ഒരു ചെറിയൊരു സിനിമ, വലിയ ബഡ്ജറ്റിലൊന്നും പിടിക്കാത്തൊരു സിനിമ ഇത്രയും വലിയൊരു വിജയം നേടണം എന്നുണ്ടെങ്കിൽ അത് ഈ ആഗോള സിനിമകളുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയായി മാറിയിരിക്കുന്നു കളങ്കാവൽ എന്നുള്ളത്. കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ, അതുപോലെ തന്നെ വിനായകൻ്റെ ക്യാരക്ടർ, ഇവരുടെ രണ്ടുപേരുടെ ക്യാരക്ടറെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇനിയും സിനിമ തിയേറ്ററിൽ പോയി കാണാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതൊരു സ്പോയിൽ ആയേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും സത്യത്തിൽ സിനിമ ഇപ്പോൾ ഒന്നും കൂടെ കണ്ടപ്പോഴത്തേക്കും മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടനുണ്ടല്ലോ, മലയാളികൾക്ക് കിട്ടിയ ഒരു വരദാനം തന്നെയാണ് നമ്മുടെ മമ്മൂക്ക. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് നമ്മൾ പോലീസ് കഥാപാത്രങ്ങൾ മമ്മൂക്കയുടെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം കസബ എന്ന സിനിമയിലെ ഒരു പോലീസുകാരൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു നടപ്പ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര രീതി, അല്ലെങ്കിൽ പുള്ളി ഓരോ ഡയലോഗ് പറയുമ്പോഴത്തേക്ക് പുള്ളിയുടെ ആ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ, നമ്മൾ ആവനാഴി അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ബൽറാം ആ ഒരു സിനിമ നോക്കുമ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ്റെ ആ ഒരു പൗരുഷം, ഇതൊക്കെ അങ്ങനെ പല തരത്തിലുള്ള പോലീസ് കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള മമ്മൂക്ക, അദ്ദേഹം പിന്നൊരു പോലീസ് കഥാപാത്രം ചെയ്യുമ്പോൾ ഇതിനകത്തൊന്നും പെടാത്ത രീതിയിൽ ചെയ്യണമെന്നായിരിക്കും മമ്മൂക്ക ആഗ്രഹിക്കുന്നത് അല്ലേ. കളങ്കാവലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിനായകൻ ചെയ്തിരിക്കുന്ന പോലീസ് കഥാപാത്രം, ഞാൻ അത്രേ പറയുന്നുള്ളൂ. കളങ്കാവലിലേക്ക് വരുമ്പോൾ വിനായകൻ ചെയ്തിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രം, എനിക്ക് തോന്നുന്നു വിനായകൻ അദ്ദേഹത്തിൻ്റെ ചില മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നാച്ചുറൽ ഒരു ആക്ടിങ്, അതൊക്കെ പെർഫെക്റ്റാണ് ഈ സിനിമയ്ക്കകത്ത്. ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് സസ്പെൻസും ത്രില്ലിങ്ങും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇനി കാണാത്ത ആൾക്കാർക്ക് അതൊരു സ്പോയിലാകും എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഈ രണ്ടുപേരുടെയും ക്യാരക്ടർ പുള്ളി എന്ന് പറഞ്ഞാണല്ലോ വേറെ വൈബാണ് സിനിമ കാണുമ്പോൾ. കാരണം അത് കണ്ട് നമ്മൾ മനസ്സിലാക്കണം. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു സിനിമ തന്നെയാണ്. ഏതായാലും ഇപ്പോൾ സെക്കൻഡ് വീക്കിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമ 100 കോടി ക്ലബിലേക്ക് എത്തുമോ എന്നാണ് ആരാധകരും സിനിമ പ്രേമികളും നോക്കുന്നത്. പക്ഷേ ഞാൻ എടുത്തു പറയാം, ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമ അല്ല. ഇതൊരു ചെറിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു സിനിമ. ഇത്രയും വലിയൊരു വിജയം തന്നെ ഈ സിനിമയ്ക്ക് ലഭിക്കുമെന്നൊരു പക്ഷേ ചിലപ്പം സ്വപ്നത്തിൽ പോലും മമ്മൂട്ടി കമ്പനിയോ അല്ലെങ്കിൽ മമ്മൂക്കയെ വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ സിനിമയിലെ ഒരു മെയിൻ നെടുംതൂണെന്ന് പറയുന്നത് മമ്മൂക്ക ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം തന്നെയാണ്. കാരണം ഇത് സിനിമ വേറെ തിരിഞ്ഞാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ മമ്മൂക്ക ചെയ്ത കഥാപാത്രം വിനായകൻ്റെ കഥാപാത്രം മമ്മൂക്കയാണ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം അടാർ ഫ്ലോപ്പ് ഈ സിനിമ ആയിപ്പോയത്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആ നടൻ ആ ഒരു ക്യാരക്ടർ എടുക്കാൻ കാണിച്ചിട്ടുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പുള്ളി എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് വേറൊരു ലെവലാണ് കേട്ടോ. അത് പറയാൻ നമുക്ക് പറ്റത്തില്ല, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിൻ്റെ ഇൻട്രോയിൽ പഞ്ച്, അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ഇതിനകത്തൊരു കൊലപാതകം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ രോമാഞ്ചം കൊള്ളിക്കും. അതുപോലത്തെ പെർഫോമൻസ്, പുള്ളിയുടെ മുഖത്ത് വരുന്ന ആ ഒരു എക്സ്പ്രഷൻ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ഇത്രയധികം പെർഫെക്റ്റ് ആയിട്ട് കണ്ണുകളിൽ നോക്കിയാൽ നമുക്കറിയാം, കണ്ണുകൾ അഭിനയിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവസാനത്തെ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണെങ്കിലും മുമ്പുള്ള ചില സീൻ, അതുപോലെ തന്നെ വിനായകനും മമ്മൂക്കായും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ത്രില്ലടിപ്പിക്കും. കാരണം അത്രയും സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് കിഡിലൻ മേക്കിംഗ് ആയിരുന്നു സിനിമയുടെ. അതിൽ ജിതിൻ കെ ജോസിന് വലിയൊരു സെല്യൂട്ട് കൊടുക്കുക. കാരണം ഞാനിപ്പം വേറൊരു സിനിമ കാണാൻ പോയിട്ടൊരു സിനിമ കാണാൻ പറ്റാഞ്ഞതിൻ്റെ ആ ഒരു എന്താ പറയുക നിരാശ കൊണ്ടാണ് ഞാൻ വീണ്ടും കളങ്കാവൽ കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു റിവ്യൂ ഒന്നും കൂടെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചത്. എന്താണെങ്കിലും നിങ്ങളിത് മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി, ഒന്നും പറയാനില്ല. മമ്മൂക്കയുടെ പെർഫോമൻസ്, മമ്മൂക്കയുടെ ലുക്ക്, മമ്മൂക്കയുടെ ആ സ്ക്രീൻ പ്രസൻസ്, ഇതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ കളങ്കാവൽ സിനിമ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും തിയേറ്ററിൽ പോയി കാണണം. രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സിനിമയിൽ നിന്ന് മനസ്സിലാകും. എന്തായാലും ഈ ഒരു വീക്കെൻഡിൽ, അതായത് സെക്കൻഡ് വീക്കിൽ സിനിമ 100 കോടി ക്ലബിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങി വലിയ പബ്ലിസിറ്റി വന്നിട്ടുള്ള സിനിമകൾക്കൊപ്പം നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് കളങ്കാവൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ചെറിയ ബഡ്ജറ്റിൽ
പ്രതീക്ഷിക്കാത്തൊരു വിജയം നേടിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ മലയാള സിനിമയിൽ എന്നും ഒരു പൊൻതൂവലായിട്ട് തന്നെ നിലനിൽക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മമ്മൂക്ക അതുപോലെ തന്നെ വിനായകൻ അഭിനയിച്ചിട്ടുള്ള 21 പുതിയ നായികമാർ, 1-2 വരെ ഉള്ളൂ നമുക്ക് പേരെടുത്തറിയാവുന്ന നായികമാർ, ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. ഇവരെല്ലാം അവരവരുടെ കഥാപാത്രങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിലും നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ നമ്മുടെ കളങ്കാവൽ 100 കോടി ക്ലബിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 70 കോടിക്ക് അടുത്ത് ഇപ്പോൾ തന്നെ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ കളം കാക്കാൻ മമ്മൂക്ക ഉണ്ട്. അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.